ഒരു കണ്ടന്റ് ക്രിയേറ്റർ അതായത് ലൈഫിൽ നടന്ന ഇഷ്യൂ ആണ് ഇപ്പൊ എല്ലാവരുടെയും കണ്ടന്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇഷ്യൂനെ കുറിച്ചോ ഒന്നും ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ കാര്യമാണ്. ഈ ഒരു ഇഷ്യൂനെ പലരും കണ്ടന്റ് ആക്കിക്കൊണ്ട് പലതരത്തിലുള്ള റീലുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നിനക്കൊന്നും ഉളുപ്പില്ലടാ. വല്ലവന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യത്തെയാണ് നീ എടുത്ത് വെച്ച് ഇമാതിരി അവരാധിക്കുന്നത്. ഒരുത്തവന്റെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അവ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 6-7 റീൽ ചെയ്തിട്ടുണ്ട്. ഇവനെന്തോ അവരെ വീട്ടിൽ താമസിക്കുക. എടാ നീയൊക്കെ ആര്? കുറച്ച് അവന്മാര് വന്നിട്ട് കുറെ ഫുട്ടേജ് തപ്പിക്കൊണ്ട് വരുന്നു. എന്നിട്ട് അതിന്റെ കൂടെ കുറെ സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ട് ഇവന്മാരങ്ങ് വിവരിക്കേ. ഇവന്മാരാരെ ഇവന്മാരൊക്കെ കുറെ ഇൻസ്റ്റാഗ്രാം CBകൾ ഇറങ്ങുന്നുണ്ട്. നിനക്കൊക്കെ കഴിവുണ്ടെങ്കിൽ നീയൊക്കെ പോയി കേരളത്തിൽ തെളിയിക്കാൻ കിടക്കുന്ന കുറെ കേസുകളുണ്ട്. അതൊക്കെ പോയി തെളിയും. നീക്ക് എന്തിനാണ് ഇതിന്റെ പുറകെ കിടക്കുന്നത്? ഇതിപ്പോ അവരായി, അവരുടെ ലൈഫായി, അവർക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് തീരുമാനിക്കുക. ഇതിനകത്ത് എന്താണ് സത്യമുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ അവർക്ക് അറിയാൻ തീരുമാനിക്കുക. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കുറെ ഇൻസ്റ്റാ ജഡ്ജിമാരും കുറെ CBകളും ഇവന്മാർ എന്തിരി വാണങ്ങളാണ് സത്യം പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ ഈ ഫേസ്ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്താണ് ഇന്നത്തെ ഇഷ്ടംപോലെ പോസ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഏതാണെന്ന് വിചാരിച്ച് കളഞ്ഞപ്പോൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ ദാണ്ട് കിടക്കുന്നു വിവരിച്ച് കുറെ വീഡിയോ. കുടുംബശ്രീയിലെ ചേച്ചിമാരെ കാട്ടി കഷ്ടമാണ് ഇവന്മാരുടെ അവസ്ഥ. ഇവന്മാർ എന്തൊരു വിവരിപ്പായി വിവരിക്കുന്നത്. കഥ പറയുന്നവനൊക്കെ ഇരുന്ന് ജയിച്ചുപടാ. ഞാനും ഇതൊരു കണ്ടന്റ് ആയിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഇമാര് തോന്നിയാസം ഒന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ബൈ.